Hi all, welcome to Shadow Broadcasting Free Path IAS. I'm Rindo Raj. So, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ പോളിറ്റി UPSCക്ക് എങ്ങനെ പഠിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. Okay. So before start learning for UPSC, let's know what is actually Indian polity from UPSC perspective. So UPSCക്ക് വേണ്ടി നമുക്ക് ഇന്ത്യൻ പോളിറ്റി എങ്ങനെ പഠിക്കാമെന്നാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. See, നമുക്കറിയാം UPSCയിൽ പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട് അല്ലേ? സോ ഇന്ത്യൻ പോളിറ്റി എന്ന് പറയുന്ന പേപ്പർ പ്രിലിംസിനും വരുന്നുണ്ട്, മെയിൻസിനും വരുന്നുണ്ട്. സോ വെൻ വി അനലൈസ് സം ഓഫ് ദി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓൺ ആൻ ആവറേജ് നമുക്ക് പ്രിലിംസിനൊരു 14 മുതൽ 16 ചോദ്യങ്ങൾ വരെ വരുന്നുണ്ട്. വിച്ച് മീൻസ് അറൗണ്ട് ഒരു 28 മാർക്ക് മുതൽ 32 മാർക്ക് വരെ നമുക്ക് എവിടെ സ്കോർ ചെയ്യാൻ സാധിക്കും? ഇന്ത്യൻ പോളിറ്റിയിൽ നിന്ന് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും. ആൾസോ സി വെൻ വി അനലൈസ് ദി മെയിൻ സ്ട്രെൻത്ത് GS2-ൻ്റെ, അതായത് GS2-ൽ 200 മാർക്ക് ഉണ്ട്. 250 മാർക്കിനകത്ത് പകുതി മാർക്കും എവിടെ നിന്ന് തന്നെയാണ് വരുന്നത്? ഇന്ത്യൻ പോളിറ്റിയിൽ നിന്ന് തന്നെയാണ്. ദിസ് ഷോസ് ദി റെലവൻസ് ഓഫ് പോളിറ്റി ഫ്രം UPSC പെർസ്പെക്റ്റീവ്. ക്ലിയർ? നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷത്തെ ട്രെൻഡ് അനലൈസ് ചെയ്യാം. വെൻ വി ടേക്ക് ദി പാസ്റ്റ് അറ്റ്ലീസ്റ്റ് ഫ്യൂ അപ് ടു 10 years ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഓൾമോസ്റ്റ് ഓൺ ആൻ ആവറേജ് എവറി ഇയർ എല്ലാ വർഷവും നോക്കുകയാണെങ്കിലും നമുക്കൊരു 15 മുതൽ 18 വരെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. ദി ഓൺലി എക്സെപ്ഷൻ ഈസ് 2016. 2016 മാത്രം മാറ്റി നിർത്തി നോക്കുകയാണെങ്കിൽ, ബിക്കോസ് ആ ഒരു വർഷം മാത്രമാണ് ഏറ്റവും കുറവ് നമ്പർ ഓഫ് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. സോ ആ ഒരു വർഷം മാറ്റി നോക്കുകയാണെങ്കിൽ ബാക്കി എല്ലാ വർഷവും ഓൾമോസ്റ്റ് നമുക്ക് 15, 16, 17, 18 ചോദ്യങ്ങൾ വരെ ഉടൻ ആവറേജ് കിട്ടുന്നുണ്ട്. ഓൾസോ 2017 നോക്കുകയാണെങ്കിലോ 22 ചോദ്യങ്ങൾ വരെ നമുക്ക് പോളിറ്റിയിൽ നിന്ന് മാത്രം കിട്ടുന്നുണ്ട്. സോ മൊത്തത്തിൽ നമ്മൾ അനലൈസ് നോക്കുകയാണെങ്കിൽ റെസ്പെക്റ്റീവ് ഇയേഴ്സിലെ കട്ട് ഓഫ് മാർക്ക് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ 2017 ആയിക്കോട്ടെ 2021 ആയിക്കോട്ടെ കട്ട് ഓഫ് മാർക്കിൻ്റെ ഓൾമോസ്റ്റ് 40% നമുക്ക് എവിടെ തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും? ഇന്ത്യൻ പോളിറ്റിയിൽ നിന്ന് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും. അതാണ് ഇന്ത്യൻ പോളിറ്റിയും UPSC തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു ബന്ധമെന്ന് പറയുന്നത് ഫ്രം പ്രിലിംസ് പെർസ്പെക്റ്റീവ്. ഈ വർഷം നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 2024 സെയിം നമ്പർ ഓഫ് ചോദ്യങ്ങൾ തന്നെ UPSC ചോദിച്ചിട്ടുണ്ട്. സോ അതാദ്യം മനസ്സിലാക്കാം. എടുത്തു പറയാൻ കാരണം വേറൊന്നുമല്ല, നമ്മൾ സബ്ജക്റ്റ് പഠിക്കുന്നതിന് മുന്നോടിയായിട്ട് ആ സബ്ജക്റ്റ് എങ്ങനെ പഠിക്കണം അത് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ മെയിൻസിൻ്റെ ഒരു ട്രെൻഡ് അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 2018 മുതൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 250-ൻ്റെ പകുതി മാർക്ക് എവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്? ഇന്ത്യൻ പോളിറ്റിയിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. ഐ ഹോപ്പ് യു നോ റിഗാർഡിങ് GS2. GS2-ൽ 4 പേപ്പേഴ്സ് ആണുള്ളത് അല്ലേ? ഏതൊക്കെയാണ്? ഇന്ത്യൻ പോളിറ്റി, സോഷ്യൽ ജസ്റ്റിസ്, ഗവേണൻസ്, ദെൻ ഇൻ്റർനാഷണൽ റിലേഷൻസ്. ഈ 4 പേപ്പറുകൾ, അതായത് ഇന്ത്യൻ പോളിറ്റി ആയിക്കോട്ടെ, ഗവേണൻസ് ആയിക്കോട്ടെ, സോഷ്യൽ ജസ്റ്റിസ് ആയിക്കോട്ടെ, ഇൻ്റർനാഷണൽ റിലേഷൻസ്, ഈ 4 ചേർന്നാണ് എന്ത് GS2 പേപ്പർ വരുന്നത് അല്ലേ? സോ ഈ 4 പേപ്പറും കൂടി ചേർന്നിട്ടാണ് നമുക്ക് 250 മാർക്കിന് UPSC ചോദ്യം ചോദിക്കുന്നത്. ഇതിൽ നോക്കുകയാണെങ്കിൽ പകുതിയും എവിടെ നിന്ന് തന്നെ വരുന്നുണ്ട്? ഇന്ത്യൻ പോളിറ്റിയിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. സോ മൊത്തം 10 മാർക്ക് ചോദ്യങ്ങളും 5 10 മാർക്കും പോളിറ്റിയിൽ നിന്ന് തന്നെയാണ്. മൊത്തം 10-15 മാർക്ക് ചോദ്യങ്ങളിൽ നിന്ന് 5ഉം എവിടെ നിന്ന് തന്നെ വരുന്നുണ്ട്? ഇന്ത്യൻ പോളിറ്റിയിൽ നിന്ന് വരുന്നുണ്ട്. ഇതെടുത്ത് പറയാൻ കാരണം നമുക്ക് പൊളിറ്റി എന്ന സബ്ജക്റ്റ് പഠിക്കാതെ ഒരു കാരണവശാലും UPSCക്ക് എന്ത് സാധ്യമല്ല? മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ക്ലിയർ? സോ ദിസ് ഡാറ്റ ഷോസ് റെലവൻസ് ഓഫ് ഇന്ത്യൻ പോളിറ്റി ഫ്രം UPSC perspective. So please note this fact. Clear? And നമ്മൾ ഫർദറായിട്ട് എങ്ങനെ പഠിച്ചു പോകണം എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇന്ത്യൻ പോളിറ്റി എവിടെയൊക്കെ ഉണ്ട്? പ്രിലിംസിനുമുണ്ട്, മെയിൻസിനുമുണ്ട് അല്ലേ? ബട്ട് പ്രിലിംസിൻ്റെ അപ്രോച്ച് വേറെയാണ്, മെയിൻസിൻ്റെ അപ്രോച്ച് എന്ത് തന്നെയാണ്? വേറെ തന്നെയാണ്. എങ്ങനെയാണെന്ന് പറയുകയാണെങ്കിൽ പ്രിലിംസിന് പൊതുവേ UPSC ചോദിക്കുന്നത് ഫാക്റ്റുകളും കൺസെപ്റ്റുകളുമായിരിക്കും. എന്നാൽ അതേ ടോപ്പിക്കിൽ നിന്ന് തന്നെ UPSC മെയിൻസിന് എങ്ങനെയാണ് ചോദിക്കുക? ഒരു അനാലിറ്റിക്കൽ പെർസ്പെക്റ്റീവ് ബന്ധപ്പെട്ടായിരിക്കും UPSC പൊതുവെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. സോ എന്താണ് അനാലിറ്റിക്കൽ പെർസ്പെക്റ്റീവ് എന്താണ് ഫാക്ട്സ് ആൻഡ് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിളിലേക്ക് പോകാം. ടേക്ക് ഓൺ എക്സാമ്പിൾ. ഇതൊരു പഴയ UPSC ചോദ്യമാണ്. പ്രിലിംസ് ചോദ്യമുണ്ട്, മെയിൻസ് ചോദ്യമുണ്ട്. നമുക്ക് ട്രെൻഡ് വെച്ച് തന്നെ മനസ്സിലാക്കാം. റിഗാർഡിംഗ് ദിസ് പ്രിലിംസ് ക്വസ്റ്റ്യൻ, റീഡ് ദി ക്വസ്റ്റ്യൻ. Which of the following are included in the original jurisdiction of Supreme Court of India? ക്വസ്റ്റ്യൻ കണ്ടാലും പാനിക്കാവേണ്ട കാര്യമില്ല, നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക. ഈ പറയുന്നവൽ ഏതൊക്കെയാണ് സുപ്രീം കോടതിയുടെ ഇന്ന അധികാര പരിധി? വാട്ട് ഈസ് മീൻ ബൈ ജൂറിസ്ഡിക്ഷൻ?
ഇറ്റ്സ് നത്തിങ് ബട്ട് എക്സ്റ്റെൻറ്റ് ഓഫ് പവർ, നത്തിങ് ബട്ട് അധികാരപരിധി. സോ ഈ പറയുന്നവയിൽ ഏതൊക്കെയാണ് സുപ്രീം കോടതിയുടെ അധികാരപരിധി എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. സുപ്രീം കോർട്ടിൻ്റെ ഒറിജിനൽ അധികാരപരിധി എന്നാണ് UPSC ചോദിച്ചിരിക്കുന്നത്. ഇതൊരു ഫാക്ച്വൽ ചോദ്യമാണ്. നിങ്ങൾക്ക് 1 ആണോ ഇല്ലയോ എന്ന് അറിയാമെങ്കിൽ 1 മാർക്ക് ചെയ്യാം, 2 അറിയുമെങ്കിൽ മാർക്ക് ചെയ്യാം, 3 അറിയുമെങ്കിൽ മാർക്ക് ചെയ്യാം, 4 അറിയുമെങ്കിൽ മാർക്ക് ചെയ്യാം. ഹിയർ യു മസ്റ്റ് നോ ഫാക്ട്സ്. സോ പ്രിലിംസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായ ഫാക്ട്സിനെ കുറിച്ച് ധാരണയുണ്ട് എങ്കിൽ യു ക്യാൻ ഈസിലി മാർക്ക് അപ്പ് ദി റൈറ്റ് ആൻസർ. ബട്ട് സി, ഇതേ ടോപ്പിക്കിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള ഒരു മെയിൻസ് ചോദ്യം വായിച്ചു നോക്കിയേ. ഈസ് ദി ഹൈക്കോർട്ട്സ് പവർ ടു ഇഷ്യൂ റിറ്റ് വൈഡർ ദാൻ ദാറ്റ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ? ഈ റിറ്റ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ നിങ്ങളുടെ മൗലിക അവകാശങ്ങൾ, വി കോൾ ഇറ്റ് ആസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലേ, എൻ്റെ നിങ്ങളുടെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന സമയത്ത് അത് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടോ എൻഫോഴ്സ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടോ കോടതികൾ പുറപ്പെടുവിക്കുന്ന ഒരു ലീഗൽ കമാൻഡിൻ്റെ പേരാണ് എന്ത്? റിറ്റ് എന്ന് പറയുന്നത്. ഒന്നും പാനിക്കാവണ്ട, എല്ലാം പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോ പ്രിലിംസ് എന്താണെന്നും മെയിൻസ് എന്താണെന്നും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ എക്സാമ്പിൾസ് പറഞ്ഞിരിക്കുന്നത്. സോ വാട്ട്സ് ദ ക്വസ്റ്റ്യൻ? ഇസ് ദി ഹൈക്കോർട്ട്സ് പവർ ടു ഇഷ്യൂ റിറ്റ് വൈഡർ ദാൻ ദാറ്റ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ? ചോദ്യം എന്താണ്? ഹൈക്കോടതിക്കും റിറ്റ് ഇഷ്യൂ ചെയ്യാൻ സാധ്യമാണ്, സുപ്രീം കോർട്ടിനും റിറ്റ് ഇഷ്യൂ ചെയ്യാൻ സാധ്യമാണ്. ഇതിൽ ആർക്കാണ് ഈ അധികാരവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അധികാരം എന്നാണ് മെയിൻസിന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ അറിയണം? ഹൈക്കോടതിക്ക് ഏതൊക്കെ കാര്യങ്ങളിൽ റിറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റുമെന്നറിയണം, സുപ്രീം കോടതിക്ക് ഏതൊക്കെ കാര്യങ്ങളിൽ റിറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റുമെന്നറിയണം, അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ പ്രൊവിഷൻ ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. എന്നിട്ട് വി മസ്റ്റ് അനലൈസ്, നമ്മൾ കമ്പയർ ചെയ്യണം, സുപ്രീം കോടതിക്കാണോ കൂടുതൽ, ഹൈക്കോടതിക്കാണോ കൂടുതൽ. സോ എങ്ങനെ ആൻസർ എഴുതണം? സുപ്രീം കോടതിക്കാണ് കൂടുതലെങ്കിൽ എന്തുകൊണ്ട് എന്ന് വ്യക്തമാക്കി എഴുതണം, ഹൈക്കോടതിക്കാണ് കൂടുതലെങ്കിൽ എന്തുകൊണ്ട് എന്ന് വ്യക്തമാക്കി എഴുതണം. ദിസ് ഈസ് വാട്ട് മീൻ ബൈ അനലിറ്റിക്കൽ പെർസ്പെക്റ്റീവ്. പ്രിലിംസിന് എങ്ങനെയുണ്ടോ? ഇല്ല, ഡയറക്റ്റ്ലി ഫാക്റ്റാണ്. നിങ്ങൾക്ക് ഫാക്റ്റ് അറിയുമെങ്കിൽ എഴുതാൻ സാധ്യമാണ്. ഇവിടെ എങ്ങനെയില്ല, ഫാക്ട്സും അറിഞ്ഞിരിക്കണം, നമുക്ക് എന്ത് വേണം? ഒരു കമ്പാരിറ്റീവ് മോഡലോ അല്ലെങ്കിൽ ഒരു അനാലിറ്റിക്കൽ പെർസ്പെക്റ്റീവ് എന്നുണ്ടായിരിക്കണം, ഒരു ധാരണ ഉണ്ടായിരിക്കണം. ദിസ് ഈസ് വാട്ട് മീൻ ബൈ അവർ മെയിൻസ് അപ്രോച്ച്. ക്ലിയർ? I'll give one more example. See, take one more question. Which of the following is not a feature of Indian federalism? ഈ പറയുന്നവയിൽ ഏതൊക്കെയാണ് ഫെഡറലിസത്തിൻ്റെ സവിശേഷതകൾ അല്ല എന്നാണ് UPSC ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ? വാട്ട് ഈസ് മീൻ ബൈ ഫെഡറലിസം? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഒരു രാജ്യത്ത് അടിസ്ഥാനപരമായിട്ട് ഒരു കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ ഒരു പ്രാദേശിക സർക്കാരും ഉണ്ട് എങ്കിൽ, ടേക്ക് ദി കേസ് ഓഫ് ഇന്ത്യ എടുത്തോളൂ. ഇന്ത്യക്ക് എന്തുണ്ട്? കേന്ദ്രമുണ്ട്, സംസ്ഥാനമുണ്ട്. അത് മാത്രം പോരാ, ഈ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള അധികാരം വ്യക്തമായിട്ടും ഭരണഘടന തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി കോൾ ഇറ്റ് ആസ് ഡിവിഷൻ ഓഫ് പവർ. ഐ റിപ്പീറ്റ് വൺസ് അഗൈൻ. ഒരു രാജ്യത്ത് അടിയന്തരമായിട്ടും ഒരു കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഉണ്ടാവുകയും അവർ തമ്മിൽ ഏതൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്നും വ്യക്തമായിട്ട് തന്നെ ഒരു ഭരണഘടന പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ ഫെഡറൽ കൺട്രി. അങ്ങനെ നോക്കാൻ ഇന്ത്യ എന്താണ്? ഒരു ഫെഡറൽ കൺട്രിയാണ്. കേന്ദ്രവുമുണ്ട്, സംസ്ഥാനമുണ്ട്. ഏതൊക്കെ കാര്യങ്ങൾ കേന്ദ്ര അധികാരമുണ്ട് എന്നും ഏതൊക്കെ കാര്യങ്ങൾ സംസ്ഥാന അധികാരമുണ്ടെന്നും ആര് വ്യക്തമായിട്ട് പറയുന്നുണ്ട്? നമ്മുടെ ഭരണഘടന വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സോ ദി ചോദ്യം ഈസ് റിഗാർഡിംഗ് അവർ ഇന്ത്യൻ ഫെഡറലിസം. ഇതിൽ ഏതൊക്കെയാണ് ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ സവിശേഷതകൾ അല്ലാത്തത് എന്നാണ് UPSC ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ആണോ അല്ലയോ എന്നറിയാമെങ്കിൽ യു ക്യാൻ ഈസിലി മാർക്ക് അപ്പ് വിത്ത് ദി റൈറ്റ് ആൻസർ. ബട്ട് സി, അതേ ഏരിയയിൽ നിന്നുള്ള ഒരു മെയിൻസ് ചോദ്യം നോക്കിയേ. ദോ ദി ഫെഡറൽ പ്രിൻസിപ്പിൾ ഈസ് ഡൊമിനൻറ്റ് ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദറ്റ് പ്രിൻസിപ്പിൾ ഈസ് വൺ ഓഫ് ഇറ്റ്സ് ബേസിക് ഫീച്ചേഴ്സ്, ബട്ട് ഇറ്റ് ഈസ് ഈക്വലി ട്രൂ ദാറ്റ് the federalism under the Indian constitution leans in favor of a strong center, a feature that militates against the concept of strong federalism. Discuss. ചോദ്യം മനസ്സിലായോ? ചോദ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ അടിസ്ഥാനപരമായിട്ടും ഒരു ഫെഡറൽ രാജ്യമാണെന്ന് പറയപ്പെടുന്നു. അത് നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സവിശേഷതയാണ് എന്നും പറയുന്നു. എന്നാൽ നമ്മൾ മറ്റു പല പ്രൊവിഷൻസും അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് അവർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ലീൻസ് ഇൻ ഫേവർ ഓഫ് എ സ്ട്രോങ് സെൻറ്റർ, വിച്ച് മീൻസ്
നമ്മുടെ കേന്ദ്രം കുറച്ചും കൂടി പവർഫുൾ ആണ് എന്ന് പറയപ്പെടുന്നു. ആണോ അല്ലയോ എന്നാണ് ചോദ്യം. അപ്പം മനസ്സിലായോ? അപ്പോൾ നമുക്ക് എന്തൊക്കെ അറിഞ്ഞിരിക്കണം? എന്താണ് ഫെഡറലിസം എന്നറിഞ്ഞിരിക്കണം. എന്തായിരിക്കാം ഫെഡറലിസത്തിൻ്റെ ഓപ്പോസിറ്റ്? വി കോൾ ഇറ്റ് ആസ് യൂണിറ്ററി. സോ ഒരു രാജ്യത്ത് ഒരു സ്ട്രോങ് കേന്ദ്ര സർക്കാർ മാത്രമാണ് പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നതെങ്കിൽ വി കോൾ ഇറ്റ് ആസ് എ യൂണിറ്ററി കോൺസ്റ്റിറ്റ്യൂഷൻ. സോ ചോദ്യം എന്താണ്? ഇന്ത്യ അടിയന്തരമായിട്ടും ഒരു ഫെഡറൽ രാജ്യമാണ് എങ്കിൽ പോലും നമ്മുടെ കേന്ദ്രം സ്ട്രോങ് ആണോ അല്ലയോ എന്നാണ് ചോദ്യം. ദിസ് ഈസ് വാട്ട് മീൻ ബൈ അനലിറ്റിക്കൽ പെർസ്പെക്റ്റീവ്. അപ്പോൾ നമുക്ക് ആണ് എന്നാണ് ഉത്തരമെങ്കിൽ എന്തുകൊണ്ടാണ് വ്യക്തമായിട്ട് പറയണം. അല്ല എന്നാണെങ്കിൽ എന്തുകൊണ്ട് വ്യക്തമായിട്ട് എന്ന് പറയണം. ദിസ് ഈസ് വാട്ട് മീൻ ബൈ അനലിറ്റിക്കൽ പെർസ്പെക്റ്റീവ്. സോ ലെറ്റ്സ് കൺക്ലൂഡ് ദാറ്റ് ഫോർ പ്രിലിംസ് വി ഹാവ് ടു ലേൺ ദി ഫാക്ട്സ് ആൻഡ് കൺസെപ്റ്റ്. ഫാക്റ്റുകളും കൺസെപ്റ്റും യൂസ് പേസ് പ്രധാനമായിട്ടും പ്രിലിംസും ചോദിക്കുന്നത്. എന്നാൽ മെയിൻസ് എന്തായിരിക്കും? ഒരു അനലിറ്റിക്കൽ പെർസ്പെക്റ്റീവിലായിരിക്കും യു പി എസ് സി പ്രധാനമായിട്ടും ചോദ്യം ചോദിക്കുന്നത്. ആ ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. ക്ലിയർ? ആൻഡ് ഓൾസോ മൂവിങ് ഫർദർ, ഫോർ യു പി എസ് സി എക്സാമിനേഷൻ വി ഹാവ് എ ക്ലിയർ കട്ട് സിലബസ്. യു പി എസ് സി നമുക്ക് പഠിക്കാനായിട്ട് ഒരു വ്യക്തമായിട്ടുള്ള സിലബസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ സിലബസ് എല്ലാവരും മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. കാരണം നമുക്ക് ഭൂമിക്ക് താഴെയുള്ള ആകാശത്തിന് താഴെയുള്ള ഭൂമിക്ക് മുകളിലുള്ള എല്ലാത്തിനെയും കുറിച്ചും എല്ലാം യു പി എസ് സി എന്ത് ചെയ്യുന്നില്ല? ചോദിക്കണമെന്നില്ല. സോ യു പി എസ് സി വ്യക്തമായിട്ടും ഒരു സിലബസ് നമുക്ക് തരുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? എന്ത് പഠിക്കണമെന്നും എന്ത് പഠിക്കണ്ട എന്നും വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കിക്കാനാണ് ദേ ആർ ഗിവിങ് അസ് വിത്ത് എ സിലബസ്. സോ പ്ലീസ് സ്റ്റിക്ക് ഓൺ ടു ദി സിലബസ്. ക്ലിയർ? ജസ്റ്റ് എക്സ്പ്ലെയിൻ എന്തൊക്കെയാണ് സിലബസ് എന്ന് പറയാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ അണ്ടർപിന്നിങ്സ് ഓർ എവല്യൂഷൻ, വിച്ച് മീൻസ് ഇന്ത്യൻ ഭരണഘടന 950 നിലവിൽ വരുന്നത് വരെയുള്ള അതിന് മുമ്പുണ്ടായിരുന്ന നമ്മുടെ നിയമവ്യവസ്ഥകൾ. ഫോർ എക്സാമ്പിൾ, ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഒരു ആക്ട് പാസ്സാക്കിയിട്ടുണ്ടായി, റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 അല്ലേ? സോ ആ ഒരു ആക്ട് മുതൽ തുടർന്നങ്ങോട്ട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947 വരെ ഒരുപാട് ആക്ടുകൾ ബ്രിട്ടീഷുകാരുടെ സമയത്ത് പാസ്സാക്കിയിട്ടുണ്ടായി. ഇന്ത്യ റെഗുലേറ്റിംഗ് ആക്ട് ആകാം, പിറ്റ്സ് ഇന്ത്യ ആക്ട് ആകാം, ചാർട്ടർ ആക്ട് ആകാം, മോണ്ടേക് ചെംസ്ഫോർഡ് റിഫോംസ് ആകാം. പിന്നെ ഒരുപാട് ആക്ടുകൾ വഴി ഒരുപാട് വ്യവസ്ഥകൾ വഴിയാണ് നമുക്ക് എന്തിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചത്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947 എത്തിപ്പെടാൻ സാധിച്ചത്. ദിസ് ഈസ് വാട്ട് മീൻ ബൈ ഹിസ്റ്റോറിക്കൽ അണ്ടർപിന്നിങ്സ്. സോ ഇന്ത്യൻ ഭരണഘടന എവോൾവായി വരാനുള്ള സാഹചര്യത്തെക്കുറിച്ചാണ് പ്രധാനമായ സിലബസിനകത്ത് ഇവിടെ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ദെൻ കംസ് ഇറ്റ്സ് ബേസിക് ഫീച്ചേഴ്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാനമായ സവിശേഷതകൾ. ദെൻ കംസ് അമെൻമെൻറ്റ്സ്. എന്താണ് അമെൻമെൻറ്റ് എന്ന് പറയുമ്പോൾ? മെൻഡ് ചെയ്യാൻ മീൻസ് വാട്ട്? ഒരു അമെൻഡ് ചെയ്യാൻ മീൻസ് വാട്ട്? ടു മേക്ക് ചേഞ്ചസ്. അപ്പോൾ ഭരണഘടന അമെൻഡ് ചെയ്യാൻ മീൻസ് വാട്ട്? നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് മാറ്റം വരുത്തുകയാണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. സോ എന്താണ് അമെൻമെൻ്റ് എന്നും ആര് അമെൻഡ് ചെയ്യുന്നുവെന്നും എങ്ങനെ അമെൻഡ് ചെയ്യുന്നുവെന്നും അതിൻ്റെ രീതി എന്താണെന്ന് വ്യക്തമായിട്ട് അവിടെ പഠിക്കുന്നതായിരിക്കും. ദെൻ സിഗ്നിഫിക്കൻറ്റ് പ്രൊവിഷൻസ് ആൻഡ് ബേസിക് സ്ട്രക്ചർ. ബേസിക് സ്ട്രക്ചറിൻ്റെ അർത്ഥം എന്താണ്? പ്രധാനമായിട്ടുള്ള ഒരു സ്ട്രക്ചർ. സോ എന്തായിരിക്കാം ബേസിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ? സി ദറ്റ് മീൻസ് നമ്മുടെ ഭരണഘടനയ്ക്കകത്തുള്ള ബേസിക് ആയിട്ടുള്ള ഫിലോസഫീസ് ഓർ ബേസിക് ആയിട്ടുള്ള വാല്യൂസ് വിച്ച് കനോട്ട് ബി അമെൻഡഡ് ഈവൻ ബൈ ദി പാർലമെൻറ്റ്. പാർലമെൻറ്റിനത് ഭേദഗതി പോലും ചെയ്യാൻ പറ്റാത്ത ഒരാശയമാണെന്ത് ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ത്യ ഈസ് എ സെക്യുലർ കൺട്രി അല്ലേ? ഇത് ഇന്ത്യയുടെ എന്താണ്? ബേസിക് സ്ട്രക്ചറാണ്. വിച്ച് മീൻസ് നാളെ നമ്മുടെ പാർലമെൻറ്റ് നമ്മുടെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണെന്നോ ഇസ്ലാം രാഷ്ട്രമാണെന്നോ ബുദ്ധരാഷ്ട്രം എന്ന് സാധ്യമല്ല പ്രഖ്യാപിക്കാൻ സാധ്യമല്ല. വൈ? ബിക്കോസ് ദിസ് ഈസ് അവർ ബേസിക് സ്ട്രക്ചർ വിച്ച് കനോട്ട് ബി അമെൻഡഡ്. ക്ലിയർ? സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ഫോർ ദി ടൈം. നമുക്ക് ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ബൈ.